എത്ര നായികമാർ ഇതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് തുറന്നു പറയും? കഴിഞ്ഞ ദിവസമാണ് അനുപമ പരമേശ്വരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്, തൻ്റെ റിലേഷൻഷിപ്പിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഓരോ തരത്തിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനുപമ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ 100% സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു സ്റ്റേജ് പരിപാടിയിൽ അനുപമ പരമേശ്വരൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും വിറച്ചുകൊണ്ട് നിൽക്കുന്നതും അനുപമയുടെ ബോഡി ലാംഗ്വേജും ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ ധ്രുവ് വിക്രമുണ്ട്. എന്തുകൊണ്ട് അനുപമ വിറയ്ക്കുന്നു? എന്തുകൊണ്ടത് ഇങ്ങനെ സംസാരിക്കുന്നു, മിതമായി സംസാരിക്കുന്നു? ആ കൂട്ടിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അനുപമ അന്ന് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയുന്ന വാക്കുകളും ആ ടൈം ലൈനും വെച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ആളുകൾ. മാത്രമല്ല, ധ്രുവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, പക്ഷേ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും ഞാൻ ആ ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് മേൽ തീർക്കും, പക്ഷേ ഇപ്പോൾ ഞാനത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ധ്രുവിൻ്റെ വാക്കുകൾ ചർച്ചയാവുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. അനുപമ കഴിഞ്ഞ ദിവസം പറഞ്ഞ നാർസിസ്റ്റിക് അബ്യൂസ് നേരിട്ടു എന്ന് പറയുന്നൊരു കാര്യം അത് അനുപമയ്ക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു കാര്യമല്ല. സോഷ്യൽ മീഡിയയിൽ അകത്തും പുറത്തുമായിട്ട് പല ഇൻഡിവിജ്വൽസും അവരുടെ പാർട്ട്ണറിൽ നിന്നും ഫേസ് ചെയ്യുന്ന കാര്യമാണത്. അത് ലെറ്റ് ഇറ്റ് ബി എ മാൻ, ലെറ്റ് ഇറ്റ് ബി എ വുമൺ. അങ്ങനെ ഫേസ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും ആ ട്രോമ ബോണ്ടിങ്ങിൽ അകപ്പെട്ട് തുറന്നു പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ജീവിച്ച് തീർക്കുന്ന പല ആളുകളുമുണ്ട്. സൂയിസൈഡ്സിലേക്ക് വരെ പോകുന്ന എത്രയെത്ര ഇൻസിഡൻസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ ഒന്നുമല്ലാതെ അതിൽ നിന്നും ഹീലായി തുറന്നു പറയാൻ ശ്രമിച്ച അനുപമയ്ക്ക് വലിയ കൈയടികൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തും സമയത്തിനുമിടയിലാണ് അനുപമയുടെ പഴയ അഭിമുഖങ്ങൾ, അനുപമയുടെ പഴയ സ്റ്റേജ് ഷോസ്, അവിടെ അനുപമ പ്രസംഗിച്ച രീതി, സംസാരിച്ച രീതി, വിറച്ച രീതി, കോൺഫിഡൻസ് ഇല്ലാതെ നിന്ന രീതി ഉൾപ്പെടെ സംസാരിക്കുന്നത്. ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വാക്കുകളിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി അനുപമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. കമ്പയർ ചെയ്ത് നോക്കണം. പഴയ അനുപമ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഒരു ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ ഇന്ന് തൻ്റെ സിനിമാ പ്രൊമോഷൻ വേദിയിൽ അനുപമ പരമേശ്വരൻ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഇട്ടതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട്, എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അനുപമ അതിന് മറുപടി കൊടുക്കുന്നതും പിന്നീട് ഒരു അഭിമുഖത്തിൽ അനുപമ അത് തുറന്നു പറയുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് ഇത് ധ്രുവ് വിക്രം കാരണം സംഭവിച്ച കാര്യമെന്ന് ഒന്നുമല്ല. പക്ഷേ ആ സമയത്ത് താൻ പൊയ്ക്കൊണ്ടിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് അനുപമ പറയുമ്പോൾ അത് വാസ് നോട്ട് റോങ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് അനുപമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഉടനെ എൻഗേജ്മെൻറ്റിലാക്കുക, ഫാമിലിയിൽ നിന്നും പ്രഷറൈസിങ് ഉണ്ടാവുക, കൺട്രോളിങ് പവർ ഉണ്ടാക്കുക, പതുക്കെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കട്ട് ചെയ്യുക, അത് നമ്മളായിക്കൊണ്ട് തന്നെ കട്ട് ചെയ്യിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക. ഇങ്ങനെ നമ്മളെ വേട്ടയാടുന്ന രീതിയിൽ, എന്നാൽ നമ്മളെ സ്നേഹിപ്പിച്ച് വേട്ടയാടുന്ന തരത്തിൽ രീതിയിലുള്ള നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള പാർട്ട്ണറാണ് തനിക്ക് കിട്ടിയതെന്ന് തുറന്നു പറയാൻ, അതും തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ്റെ മകൻ, അദ്ദേഹവും ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ആ ചർച്ചകൾ വളരെ ഹെൽത്തി കോൺവെർസേഷനായിട്ട് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ സൊസൈറ്റിക്ക് പറയുന്ന കാര്യങ്ങളോട് അത് ഏറ്റെടുക്കാനും ഒരു പെൺകുട്ടി വന്ന് തുറന്നു പറയുമ്പോൾ ആ പറയുന്ന പോയിൻറ്റ്സ് മനസ്സിലാക്കി ആ ഹീലിംഗ് പീരീഡ് കഴിഞ്ഞു വന്ന പെൺകുട്ടിയെ സമാധാനിപ്പിക്കാനും സോളിഡാരിറ്റി കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഇന്നത്തെ സമൂഹം നല്ല ചേഞ്ചാണ്. ദിസ് ഇസ് നോട്ട് എ തിങ് ദാറ്റ് വാസ് ഹാപ്പനിങ് 10 years ago. ഇതല്ല സംഭവങ്ങൾ, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ സൊസൈറ്റി പൂർണ്ണമായും അഡ്ജസ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും അതൊരു ഹെൽത്തിയർ സൊസൈറ്റിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച അനുപമയുടെ തുറന്നു പറച്ചിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ തുറക്കുന്ന ആർക്കും മനസ്സിലാവും. ചർച്ചകളാവുന്നുണ്ട്, ഹെൽത്തി ഡിബേറ്റ്സ് ഉണ്ടാകുന്നു, ഹെൽത്തി ഡിസ്കഷൻസ് ഉണ്ടാവുന്നു. അതല്ലാതെ വൾഗാരിറ്റിയും വളരെ അതിര് കടന്നുള്ള അഭിപ്രായ പ്രകടനത്തോടുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഹെൽത്തിയർ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടും ഒരു അവബോധം, ഒരു അവയർനെസ് സൊസൈറ്റിക്കുള്ളിൽ പല പെൺകുട്ടികൾക്കുമുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു നടിയുടെ തുറന്നു പറച്ചിലൂടെ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ഷീസ് എൻ ഇൻഫ്ലുവൻസർ, ഷീസ് എൻ ആക്ട്രസ്. അവർക്ക് നേരിടേണ്ടി വന്നൊരു കാര്യം പല പെൺകുട്ടികൾക്കും പല സ്ത്രീകൾക്കും ഇന്നത്തെ സൊസൈറ്റിയിലുള്ളിൽ കടന്നു പോകുന്നുണ്ട് എന്നൊരു നടി വന്ന് പറയുമ്പോൾ അത് പലരിലേക്കും ഇൻഫ്ലുവൻസ് ആവുന്നു, പലരിലേക്കും അത് റിഫ്ലക്റ്റഡ് ആവുന്നു. ഇതെൻ്റെ ജീവിതമല്ലേ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിലെ സൊസൈറ്റിയിൽ ചേഞ്ചസ് മാറുന്നുണ്ട്. പലർക്കും അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അനുപമ പറഞ്ഞ വാക്കുകളോട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നത് വേണം കൂട്ടാക്കാൻ. സോ അങ്ങനത്തെ രീതിയിലേക്കും റിഫ്ലക്ഷനിലേക്കും ചർച്ചകളിലേക്കും അനുപമയുടെ തുറന്നു പറച്ചിൽ മാറി എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്തിയർ സൊസൈറ്റിയിലേക്ക് മാത്രമല്ല ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അപ്പുറത്തെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.